ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു കിടിലൻ സംഭവം തന്നെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വാട്സാപ്പിൽ ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ നമുക്ക് ആവശ്യം വരുന്ന ദിവസമാണെന്ന്. ഇപ്പോൾ വിഷുവിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അറിയിക്കുന്നു. അപ്പോൾ നമ്മളുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യണം. വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നമ്മൾ വാട്സാപ്പ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. വാട്സാപ്പ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വാട്സാപ്പിൻ്റെ മെസ്സഞ്ചറിൻ്റെ ആപ്പ് വരും. ഈ മെസ്സഞ്ചറിൻ്റെ ആപ്പ് ഇവിടെ കാണാൻ പറ്റും. നമ്മളൊരു അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, നീല കളറുള്ള ബട്ടൺ. അപ്പോൾ അത് അമർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അപ്ഡേഷൻ കിട്ടും. അപ്ഡേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ കാര്യം ചെയ്യുക. നമ്മളുടെ വാട്സാപ്പ് ഇപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് അമർത്തി കഴിയുമ്പോൾ നമുക്ക് വാട്സാപ്പ്, ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പ് ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോക്ക് മാറ്റുക. നമ്മളിപ്പോൾ ഇവിടെ വാട്സാപ്പ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വാട്സാപ്പിൽ എന്താ സംഭവം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് വാട്സാപ്പിൽ നമ്മുടെ മെസ്സേജിൻ്റെ ബോക്സ് പറഞ്ഞ് ഞാൻ എടുത്തേക്കാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതായത് ഒരു മുഖത്തിൻ്റെ പടമുള്ളൊരു ഐക്കൺ ലെഫ്റ്റ് സൈഡിൽ ഇമോജി സിമ്പലാണെന്ന് പറയുക. അപ്പോൾ അത് അമർത്തി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. അത് അമർത്തി കഴിയുമ്പോൾ നമ്മളുടെ ഫോണിലുള്ള ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇന്ന് വിഷുവാണ്. വിഷുവിൻ്റേതായ കുറച്ച് സംഭവം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന സംഭവമല്ല, രണ്ടാമത് കാണുന്ന ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. എടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് അത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വിഷുവിൻ്റെ കണിക്ക് വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കട്ടിങ് ആ ഫോട്ടോയിൽ നിന്ന് കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതൊന്ന് വലുതാക്കി കൊടുക്കുക, അതായത് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. സ്റ്റിക്കർ വലുതായിരുന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് വലുതാക്കി കൊടുത്ത് അറ്റത്തേക്ക് വെക്കുക. അതിനുശേഷം ടി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ടെക്സ്റ്റ് അടിക്കാനുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള ടി എന്നുള്ള ഓപ്ഷൻ അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മളിവിടെ ഹാപ്പി വിഷു എന്നടിക്കാൻ പോവുകയാണ്. ഹാപ്പി വിഷു എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ന് കാണുന്ന ബട്ടണിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ടുകളുടെ ലെവലുകളൊക്കെ മാറാൻ പറ്റും. പിന്നെ അതിനിപ്പുറത്ത് നമുക്ക് കളറുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡൺ കൊടുക്കുക. കൊടുത്ത് കഴിയുമ്പോൾ ഹാപ്പി വിഷു എന്ന് വളരെ ചെറുതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുമൊന്ന് അമർത്തി കൊടുത്തിട്ട് അത് മാത്രം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഹാപ്പി വിഷു കാണാൻ പറ്റും. ഹാപ്പി വിഷു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെന്നെങ്കിൽ നമുക്ക് ഇവിടെ ഓരോ ഡിസൈൻസൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പച്ചയമ അമർത്തിയിട്ട് ഞാൻ നീലയാണ് എടുക്കുന്നത്. നീലെടുത്തിട്ട് ഇനിയൊരു വൈറ്റ് എടുക്കാം. ഇത്ര ഞാൻ അമർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഞാനിത് ഇവിടെ മുകളിൽ കാണുന്ന ബട്ടണിൽ അമർത്തിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻഡ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന രീതി ഞാൻ കാണിച്ചു തരാം. സെൻഡ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി കിടിലനായിട്ട് സംഭവം കാണാൻ പറ്റും.